ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ LGSന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ SCERT ചാപ്റ്ററുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് നമ്മൾ ഫിസിക്സിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണണം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്ററുകൾ നമ്മൾ നോക്കി, അതും പോയി കാണണം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ജീവനുള്ള വിത്തുകൾ എന്ന പാഠഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സും BYQസും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, വായു, അനുയോജ്യമായ താപനില. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, വായു, താപനില. ഈ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതാണ്? മണ്ണ്, സൂര്യപ്രകാശം. ഇവ വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല. മണ്ണും സൂര്യപ്രകാശവും. അടുത്തത്, അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം എന്തറിയപ്പെടുന്നു? വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് അറിയപ്പെടുന്നു. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം എന്തെന്നറിയപ്പെടുന്നത്? വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം, റാഡിക്കൽ എന്ന് പറയും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ഇതെന്തായി മാറുന്നു? വേരായി മാറുന്നു. ഇനി ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗം ഏതാണ്? ബീജശീർഷം. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗം ബീജശീർഷം. ഇത് തണ്ടും ഇലയുമായി മാറുന്നു. എന്താണ്? ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. ഇനി നോക്കി, പയർ വിത്ത് മുളച്ച് വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യം ബീജമൂലം, റാഡിക്കൽ പുറത്തു വരുന്നു. അതെന്താണ്? വേരായിട്ട് താഴേക്ക് പോകുന്നു. പിന്നെ ബീജപത്രം. അടുത്തത് ബീജശീർഷം. അത് തണ്ടും ഇലയൊക്കെ ആയിട്ട് മുകളിലേക്ക് വളരുന്നു, ബീജശീർഷം. ഇനി നോക്കി, വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്ന്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ബീജപത്രത്തിൽ നിന്ന്. പയർ വിത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. പയർ വിത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം 2 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചോളത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണം എത്രയാണ്? 1. ചോളത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണം 1. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം അറിയപ്പെടുന്നത് ബീജാന്നം. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം അറിയപ്പെടുന്നത് ബീജാന്നം. നോക്കി, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിന് എന്ത് പറയുന്നു? വിത്ത് വിതരണം എന്ന് പറയുന്നു. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നത് അതിന് എന്ത് പറയുന്നു? വിത്ത് വിതരണം എന്ന് പറയുന്നു. നോക്കി, വിത്ത് വിതരണ രീതി സസ്യം. നോക്കി, കാറ്റുവഴി നോക്കിക്കേ, ഏതൊക്കെ സസ്യമാണെന്ന് നോക്കിക്കേ. അപ്പൂപ്പൻ താടി, മഹാഗണി. കാറ്റുവഴി വിത്ത് വിതരണ രീതിയിലുള്ളത് അപ്പൂപ്പൻ താടി, മഹാഗണി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ജലം വഴി ഏതാണ്? തെങ്ങാണ്. ജലം വഴി തെങ്ങ്. ജന്തുക്കൾ വഴി നോക്കിയേ, ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് എന്തുവഴി? ജന്തുക്കൾ വഴി. ഇനി പൊട്ടിത്തെറിച്ച് നോക്കിയേ, വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. പൊട്ടിത്തെറിച്ച് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗമാണ്. കാറ്റുവഴി വിത്ത് വിതരണം നടക്കുന്നത് അപ്പൂപ്പൻ താടിക്കും മഹാഗണിക്കും. ജലം വഴിയാണെങ്കിൽ തെങ്ങ്. ജന്തുക്കൾ വഴിയാണെങ്കിൽ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഈ പൊട്ടിത്തെറിച്ചാണെങ്കിലോ വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. നോക്കിക്കുക, അടുത്തത്, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് എന്ത് പറയുന്നു? കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് എന്ത് പറയുന്നു? കായിക പ്രജനനം. ഇനി നോക്കിയേ, ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? നോക്കിക്കേ, കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് പുതുതായി ചെടികൾ ഉണ്ടാവും നമുക്ക് നോക്കാം. ചെമ്പരത്തി കാണ്ഡത്തിൽ നിന്നാണ്. നിശാഗന്ധി ഇലയിൽ നിന്ന്. ഇലമുളച്ചി ഇലയിൽ നിന്ന്. കൃഷ്ണകിരീട വേരിൽ നിന്ന്. ചെമ്പരത്തി കാണ്ഡം, നിശാഗന്ധി ഇല, ഇലമുളച്ചി ഇല, കൃഷ്ണകിരീടം വേര്.
കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേര് അറിയപ്പെടുന്നത് തായ് വേര്. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരിന് അറിയപ്പെടുന്നത് തായ് വേര്. തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലം അറിയപ്പെടുന്നത് എന്താണ്? തായ് വേര് പടലം. തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലം അറിയുന്നത് തായ് വേര് പടലം. ഉദാഹരണം മാവ്, പ്ലാവ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും ഉദാഹരണം. മാവ്, പ്ലാവ് എന്തിനുദാഹരണമാണ്? തായ് വേര് പടലം. അടുത്തത്, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം അറിയപ്പെടുന്നത് എന്താണ്? നാരുവേര് പടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം ഏതാണ്? നാരുവേര് പടലം. ഉദാഹരണത്തിന് പുല്ല് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ. ഉദാഹരണമായി നെല്ല്, മുള, രാമച്ചം പോലുള്ള സസ്യങ്ങൾക്ക് എന്ത് പടലമാണ്? നാരുവേര് പടലമാണ് അല്ലേ? ഉദാഹരണം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. നോക്കിക്കേ. അടുത്തത്, മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് താങ്ങുവേരുകൾ. ഉദാഹരണത്തിന് പേരാൽ. താങ്ങുവേരുകൾ പേരാൽ. ഇനി തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ. തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ. ഉദാഹരണത്തിന് ആറ്റുകൈത. ആറ്റുകൈതയ്ക്ക് പൊയ്ക്കാൽ വേരുകൾ. നോക്കിക്കേ, ചില സസ്യങ്ങൾക്ക് മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന പ്രത്യേകതരം വേരുകളുണ്ട്. അതറിയപ്പെടുന്നത് എന്താണ്? പറ്റുവേരുകൾ. ഉദാഹരണത്തിനായിട്ട് ഓർക്കിഡ്. പറ്റുവേരുകൾ ഓർക്കിഡ്. എന്നൊക്കെ വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനായി വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെ ശ്വസന വേരുകൾ എന്ന് പറയുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനായി വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെ എന്ത് പറയുന്നു? ശ്വസന വേരുകൾ. ശ്വസന വേരുകൾക്ക് ഉദാഹരണം ഏതാണ്? കണ്ടൽ ചെടി. കണ്ടൽ ചെടിയിലെ വേരുകൾ ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ്. ഇനി നോക്കിക്കേ, ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് സംഭരണ വേരുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഉദാഹരണം ചോദിക്കും. സംഭരണ വേരുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, റാഡിഷ് ഒക്കെ എന്താണ്? സംഭരണ വേരുകളാണ്. മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, റാഡിഷ്. ഇനി ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നത് കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞ അവ ഭൂമിയിൽ നിന്ന് ഇല്ലാകുന്നതാണ് എന്ത്? വംശനാശം എന്നറിയപ്പെടുന്നത്. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നത് കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞ അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, ഉദാഹരണം ഡോഡോ പക്ഷി, സുവർണത്തവള, ഗ്രേറ്റ് ഓക്ക് ഒക്കെ എന്താണ്? വംശനാശം സംഭവിച്ച ജീവികളാണ്. ഇനി അടുത്തത് സിരാവിന്യാസം. ഇലയിലേക്ക് ജലം എത്തിക്കുകയും ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇലയിലെ ഭാഗമാണ് ഏത്? സിര. ഇലകളിലേക്ക് ജലം എത്തിക്കുകയും ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇലയിലെ ഭാഗമാണ് സിര. ഒന്നാമത്തേത് ജാലികാ സിരാവിന്യാസം. റെറ്റിക്കുലേറ്റ് വെനേഷൻ. ജാലികാ സിരാവിന്യാസം. ഇലയിലുള്ള സിരകൾ ജാലിക പോലെ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുന്നതിന് എന്ത് പറയുന്നു? ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നു. ഇലയിലുള്ള സിരകൾ ജാലിക പോലെ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുന്നതിന് എന്ത് പറയുന്നു? ജാലികാ സിരാവിന്യാസം. സാധാരണയായി ദ്വിദള സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് സാധാരണയായിട്ട് ജാലികാ സിരാവിന്യാസം കാണപ്പെടുന്നത്. ദ്വിദള സസ്യങ്ങൾ, ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഇലയുടെ മധ്യസിരയിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞ് വീണ്ടും ചേർന്നൊരു വല രൂപമുണ്ടാകും. ഇതാണ് ജാലികാ സിരാവിന്യാസം. ഉദാഹരണങ്ങൾ മാവ്, പ്ലാവ് പോലുള്ള സസ്യങ്ങളിൽ എന്താണ്? ജാലികാ സിരാവിന്യാസമാണ്. ഇനി അടുത്തത് സമാന്തര സിരാവിന്യാസം, പാരലൽ വെനേഷൻ. ഇലയിലുള്ള എല്ലാ സിരകളും പരസ്പരം സമാന്തരമായി നീളുന്നു. സാധാരണയായി ഏകദള സസ്യങ്ങളിൽ, മോണോക്കോട്ട് സസ്യങ്ങളിലാണിത് കാണുന്നത്. ഉദാഹരണങ്ങൾ നെല്ല്, പുല്ല്, തെങ്ങ്, മുളയൊക്കെ എന്തിനുദാഹരണമാണ്? സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഏകബീജപത്ര സസ്യങ്ങൾ. ഏകബീജപത്ര സസ്യങ്ങൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് എന്ത്? ഏകബീജപത്ര സസ്യങ്ങൾ. അതിന് നാരുവേര് പടലമാണ്. നാരുവേര് പടലം. ശിഖരങ്ങളില്ലാത്ത തണ്ട്. സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ. സമാന്തര സിരാവിന്യാസമുള്ള ഇലകളാണ് എന്തിന്? ഏകബീജപത്ര സസ്യങ്ങൾക്ക്.
ഒരു ബീജപത്രം മാത്രം, നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ. ഇതാണ് ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ. ഉദാഹരണത്തിന് നെല്ല്, മുള, തെങ്ങ്. നെല്ല്, മുള, തെങ്ങ്. അടുത്തത് ദ്വിബീജപത്ര സസ്യങ്ങൾ. 2 ബീജപത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. അതിന് തായ് വേര് പടലമാണ്, ശിഖരങ്ങളുള്ള തണ്ടാണ്, ജാലികാശിരാവിന്യാസമുള്ള ഇലകൾ. ജാലികാശിരാവിന്യാസമുള്ള ഇലകളാണ്. തായ് വേര് പടലമാണ്, 2 ബീജപത്രമുണ്ട്, ശിഖരങ്ങളുള്ള തണ്ടാണ്. ഇതാണ് ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഉദാഹരണം മാവ്, പ്ലാവ്, പുളി. ഉദാഹരണം മാവ്, പ്ലാവ്, പുളി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സയൻസ് ചാപ്റ്റർ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ചോദ്യങ്ങൾ വരും. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.